ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഏവർക്കും സ്വർഗീയ മന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുവാൻ പോകുന്നത് പ്രഭാഷകന്റെ പുസ്തകം 42-ാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങളാണ്. ചോദ്യം 1. പ്രഭാഷകൻ 42:2 അത്യുന്നതന്റെ നിയമം, അവിടുത്തെ ഉടമ്പടി തുടർന്ന് പൂരിപ്പിക്കുക. ഉത്തരം: അപരാധനെ കുറ്റം വിധിക്കുക. ചോദ്യം 2. ആരോടൊക്കെ കണക്ക് തീർക്കുക എന്നാണ് പറയുന്നത്? ഉത്തരം: പങ്കാളിയും സഹയാത്രികനുമായി. ചോദ്യം 3. കൂടുതലോ കുറവോ വരാതെ എന്തിലൊക്കെ സൂക്ഷ്മത കാണിക്കണമെന്നാണ് പറയുന്നത്? ഉത്തരം: അളവിലും തൂക്കത്തിലും. ചോദ്യം 4. തക്ക ശിക്ഷ കൊടുക്കേണ്ടത് ആർക്ക്? ഉത്തരം: ദുഷ്ടനായ ദാസന്. ചോദ്യം 5. ആരെ നിലയ്ക്ക് നിർത്തുന്നത് നല്ലത് എന്നാണ് പറയുന്നത്? ഉത്തരം: അവിശ്വസ്തയായ ഭാര്യയെ. ചോദ്യം 6. എല്ലാ ഇടപാടുകളിലും കണക്ക് വെക്കണം. എന്തിൽ രേഖ സൂക്ഷിക്കണം? ഉത്തരം: ക്രയവിക്രയങ്ങളിൽ. ചോദ്യം 7. അജ്ഞനെയും വിഡ്ഢിയെയും കൂടാതെ ആരെയും കൂടെ ഉപദേശിക്കുന്നതിൽ ലജ്ജിക്കേണ്ട എന്നാണ് പറയുന്നത്? ഉത്തരം: ചെറുപ്പക്കാരനുമായി ശണ്ട കൂടുന്ന വൃദ്ധനെ. ചോദ്യം 8. ആരാണ് സ്വയം അറിയാതെ തന്നെ പിതാവിനെ ജാഗ്രതയുള്ളവനാക്കുന്നത്? ഉത്തരം: മകൾ. ചോദ്യം 9. ആരെ കർശനമായി സൂക്ഷിക്കുക എന്നാണ് പറയുന്നത്? ഉത്തരം: ദുശ്ശാഠ്യക്കാരിയായ പുത്രിയെ. ചോദ്യം 10. വസ്ത്രത്തിൽ നിന്ന് കീടങ്ങൾ എന്ന പോലെ എന്തു വരുന്നു? ഉത്തരം: സ്ത്രീയിൽ നിന്ന് ദുഷ്ടത. ചോദ്യം 11. പുരുഷന്റെ ദുഷ്ടത എന്തിനേക്കാൾ ഭേദമാണ്? ഉത്തരം: സ്ത്രീയുടെ നന്മയേക്കാൾ. ചോദ്യം 12. ലജ്ജയും അപമാനവും വരുത്തുന്നത് ആരാണ്? ഉത്തരം: സ്ത്രീ. ചോദ്യം 13. കർത്താവിൻ്റെ പ്രവൃത്തികൾ എന്തുവഴി നിർവഹിക്കപ്പെടുന്നു? ഉത്തരം: വചനം വഴി. ചോദ്യം 14. എല്ലാ സൃഷ്ടികളിലും നിറഞ്ഞിരിക്കുന്നത് എന്ത്? ഉത്തരം: കർത്താവിൻ്റെ മഹത്വം. ചോദ്യം 15. ആരാണ് തൻ്റെ കിരണങ്ങൾ കൊണ്ട് എല്ലാ വസ്തുക്കളെയും കടാക്ഷിക്കുന്നത്? ഉത്തരം: സൂര്യൻ. ചോദ്യം 16. കർത്താവിൻ്റെ വിസ്മയനീയമായ പ്രവൃത്തികൾ ആർക്ക് പോലും അവർണ്ണനീയമാണ്? ഉത്തരം: അവിടുത്തെ വിശുദ്ധർക്ക് പോലും. ചോദ്യം 17. കർത്താവ് എന്തിനെയൊക്കെ പരിശോധിച്ച് അവയുടെ നിഗൂഢതകൾ ഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത്? ഉത്തരം: ആഴിയുടെ അഗാധത്തെയും മനുഷ്യഹൃദയങ്ങളെയും. ചോദ്യം 18. കർത്താവ് നിരീക്ഷിക്കുന്നത് എന്ത്? ഉത്തരം: കാലത്തിൻ്റെ സൂചനകൾ. ചോദ്യം 19. ഭൂതവും ഭാവിയും അവിടുന്ന് പ്രഖ്യാപിക്കുന്നു. ഡാഷ് അവിടുന്ന് വെളിപ്പെടുത്തുന്നു. ഉത്തരം: നിഗൂഢ രഹസ്യങ്ങൾ. ചോദ്യം 20. ഒരു ചിന്തയും അവിടുത്തേക്ക് അജ്ഞാതമല്ല. എന്ത് കർത്താവിന് മറഞ്ഞിരിക്കുന്നില്ല? ഉത്തരം: ഒരു വാക്കും. ചോദ്യം 21. എന്താണ് കർത്താവ് ക്രമീകരിച്ചിരിക്കുന്നത്? ഉത്തരം: അവിടുത്തെ ജ്ഞാനത്തിൻ്റെ മഹിമകൾ. ചോദ്യം 22. കർത്താവിന് എന്താണ് ആവശ്യമില്ലാത്തത്? ഉത്തരം: ഉപദേശകരെ. ചോദ്യം 23. കാഴ്ചയ്ക്ക് ദീപ്തമായത് എന്ത്? ഉത്തരം: കർത്താവിൻ്റെ പ്രവൃത്തികൾ. ചോദ്യം 24. എന്നേക്കും ജീവിക്കുകയും നിലനിൽക്കുകയും ചെയ്യുന്നത് എന്ത്? ഉത്തരം: കർത്താവിൻ്റെ പ്രവൃത്തികൾ. ചോദ്യം 24. എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എങ്ങനെ? ഉത്തരം: ജോഡികളായി, ദ്വന്ദ്ങ്ങളായി. ചോദ്യം 25. പ്രഭാഷകൻ 42:20 കാണുന്നത് മറ്റ് ഏതു ബൈബിൾ ഭാഗത്താണ് ഉള്ളത്? ഉത്തരം: സങ്കീർത്തനങ്ങൾ 139 1-4 വാക്യങ്ങൾ.